യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എഫേസ്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയായിരുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എന്നുള്ള വാക്യമായിരുന്നല്ലോ. ഈ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ പഴയ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നതായ വേദഭാഗങ്ങളിൽ പഴയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ എന്നീ പ്രയോഗങ്ങൾ അർത്ഥമാക്കുന്നത് നമ്മുടെ പഴയ സ്വഭാവത്തെയും പുതുമനുഷ്യൻ നമ്മുടെ പുതിയ സ്വഭാവത്തെയുമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പഴയ മനുഷ്യന്റെ ആ സ്വഭാവത്തെയാണ്, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. മറ്റൊരു വേദഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് ആദം മുതൽ ജനിക്കുന്നതായ ഏതൊരു മനുഷ്യനും ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന മനുഷ്യനായിട്ടാണ് അവൻ ജനിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഈ മനുഷ്യനിൽ നിന്നും ഒരു വിടുതൽ, അല്ലെങ്കിൽ ഈ മനുഷ്യ സ്വഭാവത്തിൽ നിന്നും, പ്രാകൃത മനുഷ്യ സ്വഭാവത്തിൽ നിന്നും, ചതിക്കപ്പെടുന്നതായ മനുഷ്യ സ്വഭാവത്തിൽ നിന്നും നമുക്കൊരു വിടുതൽ നൽകുവാനാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നമ്മൾ ആ ഒരു ചിന്തയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ 23-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചോളുവിൻ. ഇവിടെ വളരെ വ്യക്തമായ ഒരു ആഹ്വാനമാണ് അപ്പോസ്തലൻ പൗലോസ് നമ്മോട് പറയുന്നത്. ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യനിൽ അടിയന്തരമായി സംഭവിക്കേണ്ട ഒരു ചേഞ്ചാണ്. ഇവിടെ നമ്മൾ 22-ാമത്തെ വാക്യത്തിൽ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് 23-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ധരിച്ചുകൊള്ളുവീൻ എന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുമ്പോൾ തന്റെ ഹൃദയത്തിലുള്ള ആശയം എന്ന് പറഞ്ഞാൽ, ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളയുകയും അതേപോലെ തന്നെ പുതു മനുഷ്യനെ നമ്മൾ ധരിക്കുകയും ചെയ്യണമെന്നുള്ള ആ ആശയമാണ്. നമുക്കറിയാം, നീണ്ട നാളുകൾ ജയിലിൽ കിടക്കുന്ന ആളുകൾ, അവർ ജയിലിൽ താമസിക്കുമ്പോൾ അവരുടെ വസ്ത്രം ജയിൽ വസ്ത്രമാണ്. എന്നാൽ അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത ലഭിച്ചു, അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ആ കുറ്റത്തിൽ നിന്നും താൻ വിമുക്തനായിട്ട് മാറി. അങ്ങനെ താൻ ജയിലിന് വെളിയിലേക്ക് വരുമ്പോൾ ആ ജയിൽ വസ്ത്രത്തോട് കൂടെ തന്നെയാണ് ആ വ്യക്തി കടന്നു വരുന്നതെങ്കിൽ, എന്ന് മാത്രമല്ല തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ ആ ജയിൽ വസ്ത്രം താൻ തുടർന്നും ധരിക്കുമെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ജയിൽ വസ്ത്രം മാറുക. കാരണം നിന്റെ ആ അവസ്ഥ മാറിക്കഴിഞ്ഞു, നീ ആ സാഹചര്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ജയിൽ വസ്ത്രം ധരിക്കേണ്ട, പുതിയ വസ്ത്രത്തിലേക്ക് നീ മാറണം. ആ ജയിൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് ആളുകൾ നിന്നെ ഒരു ക്രിമിനലായിട്ട് തന്നെ കാണുകയുള്ളൂ. എന്നാൽ നീ ഒരു പുതിയ വസ്ത്രം ധരിച്ചാൽ ആളുകൾ നിന്നെ ഒരു പുതിയ സ്വഭാവത്തിന് ഉടമയായി കാണുവാൻ ഇടയായി തീരും. ഇതേ ആശയം തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മളിൽ പഴയ ആ സ്വഭാവം ഇനി ഉണ്ടാകാൻ പാടില്ല. കാരണം കർത്താവ് യേശുക്രിസ്തു മൂലം നമ്മൾ ആ പുതു മനുഷ്യനെ പ്രാപിച്ചു, അല്ലെങ്കിൽ ആ പുതിയ സ്വഭാവത്തിലേക്ക് കടന്നു വന്നു. ഈ പുതിയ സ്വഭാവത്തെ കുറിച്ചുള്ള ചില വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ വേദഭാഗത്തുണ്ട്. നോക്കണേ, 23-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റിന്യൂവിങ് ദ മൈൻഡ്, നമ്മളുടെ മനസ്സിനെ നമ്മൾ രൂപാന്തരപ്പെടുത്തണം. അതായത് പുതു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അങ്ങനെ പുതു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് നമ്മൾ അനുരൂപമാകാതിരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ദൈവത്തിന്റെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുക. ആ ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന പോലെ ആ ദൈവഹിതം നന്മയും
പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമാണ്. ആ ദൈവഹിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ ആത്മീയമായ നിലയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു ഭവനത്തിലാണെങ്കിലും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മക്കൾക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളൊക്കെ കാണുമായിരിക്കാം. പക്ഷേ അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ ഇഷ്ടങ്ങളെ മാനിക്കുവാൻ മക്കൾക്ക് സാധിക്കണം. ആ ഹിതം അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് അവർ നല്ലൊരു ഭാവി ഉണ്ടാകാൻ ഇടയാകുന്നു എന്നുള്ളതിലേക്കാണ് അവരുടെ ആ ഇഷ്ടം വെളിപ്പെടുന്നത്. എന്ന് പറയുന്ന പോലെ ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് നമ്മെ ഒരിക്കലും നശിപ്പിക്കാനുള്ള ഹിതമല്ല. യേശു തന്റെ ശിഷ്യന്മാരുമായി പടകിൽ അക്കരയ്ക്ക് പോവുകയാണല്ലോ. യേശു തന്നെ പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. പക്ഷെ പോകുന്ന വഴിയിൽ വെച്ച് അവർ നിലവിളിച്ചു. അവർ യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു, നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ നശിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും യേശുവിന്റെ ഹിതം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശുവിന്റെ ഹിതം അക്കരയ്ക്ക് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭയങ്ങളും വല്ലാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാം. പക്ഷെ ദൈവഹിതത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, അവനിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവെങ്കിൽ, നമ്മൾ ഇന്ന് കാണുന്നതായ പ്രതികൂലങ്ങളൊന്നും നമ്മെ വിഴുങ്ങുവാൻ ദൈവം സമ്മതിക്കില്ല. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളൊരു ദൂത് പറയട്ടെ. ഇന്ന് നിങ്ങൾ കാണുന്നതായ പ്രതികൂലങ്ങൾ നിങ്ങളെ വിഴുങ്ങുമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവഹിതത്തിനനുസരിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിത പടകിൽ ഉണ്ട് എന്നും അവൻ നിങ്ങളെ അക്കരയ്ക്ക് എത്തിക്കുവാൻ വിശ്വസ്തനാണെന്നും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഇന്ന് കാണുന്ന പ്രതികൂലങ്ങൾ എന്നെയും നിങ്ങളെ വിഴുങ്ങുവാൻ ദൈവം സമ്മതിക്കില്ല. ഈ ഒരു സന്ദേശം ആണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നോക്കണേ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് നാം അതിനനുസരിച്ച് രൂപാന്തരപ്പെടണമെന്ന് റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മളോട് പറയുന്നു. ഇങ്ങനെ നമ്മളുടെ മനസ്സ് പുതുക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നതായ സുവിശേഷത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കൺവേർഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് ഒരു പുതിയ സ്വഭാവത്തെ ദൈവം ആക്കി വെക്കുക. അതുകൊണ്ടാണ് നമുക്ക് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കാൻ കഴിയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ, അതായത് നമ്മൾ സുവിശേഷത്താൽ ക്ഷണിക്കപ്പെട്ട് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ അപ്പോൾ ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ പഴയ മനുഷ്യനെ അല്ലെങ്കിൽ പഴയ സ്വഭാവത്തെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മളിൽ ഒരു പുതിയ സ്വഭാവം, നമ്മളതിനെ വിളിക്കുന്ന ബൈബിൾ പരമായിട്ടുള്ള ആ പദം എന്ന് പറയുന്നത് പുതിയ മനുഷ്യൻ എന്നുള്ളതാണ്. ആ പുതിയ മനുഷ്യനെ, ആ പുതിയ സ്വഭാവത്തെ ദൈവം നമ്മിലേക്ക് തരും. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. പഴയത് എന്ന് പറയുന്നത് പഴയ സ്വഭാവം അല്ലെങ്കിൽ പഴയ മനുഷ്യൻ, അത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അങ്ങനെ ആ പുതിയ മനുഷ്യനെ നമ്മൾ പ്രാപിക്കുമ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ആ പുതിയ മനുഷ്യനെ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിചയപ്പെടുത്തൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഇവിടെ നോക്കണേ, ആ പുതു സ്വഭാവത്തിന്റെ പ്രത്യേകത എന്താ? അത് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനാണ്. അപ്പൊ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു സൂചന കാണുവാൻ സാധിക്കും. ആ സൂചനയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ എത്തുന്നത് യേശുക്രിസ്തുവിലേക്കാണ്. യേശുക്രിസ്തുവിനെ ഒന്ന് നോക്കണേ. യേശുക്രിസ്തുവിൽ നമുക്ക് ഈ 2 ക്വാളിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്, നീതിയും വിശുദ്ധിയും. കർത്താവ് യേശുക്രിസ്തുവിൽ ഈ നീതിയും വിശുദ്ധിയും നമുക്ക് കാണുവാൻ സാധിക്കും. അതേ സ്വഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പഴയ മനുഷ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് ആദം മുതലുള്ള എല്ലാവരും ഈ അശുദ്ധിയിലും അനീതിയിലും ഉള്ളവരായിരുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൽ എന്താണ് വെളിപ്പെട്ടത്? ആദം മുതലുള്ള ആ മനുഷ്യന്റെ ആ സ്വഭാവമല്ല യേശുവിൽ വെളിപ്പെട്ടത്. യേശുവിൽ വെളിപ്പെട്ടത് നീതിയും വിശുദ്ധിയുമായിരുന്നു.
അതേപോലെ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിൽ ഒരുവൻ കടന്നു വരുമ്പോൾ അവനിൽ സൃഷ്ടിക്കപ്പെടുന്നതായ പുതു മനുഷ്യൻ അല്ലെങ്കിൽ പുതു സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനം നീതിയും വിശുദ്ധിയുമാണ്. ഈ മനുഷ്യനെയാണ് നമ്മൾ ധരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വസ്ത്രം ധരിക്കുന്നത് പോലെ നമ്മൾ ഈ സ്വഭാവത്തെ ധരിക്കണം. ഞാൻ ആളുകളെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവരുടെ വസ്ത്രമാണ്. അവർ നല്ല ഒരു വസ്ത്രം ധരിച്ചെങ്കിൽ തീർച്ചയായിട്ടും ആ വസ്ത്രത്തിന്റെ ആ മഹിമ അവരുടെ മുഖത്തും നമുക്ക് കാണുവാൻ സാധിക്കും. ചിലപ്പോൾ ആളുകൾ അലസമായി വസ്ത്രം ധരിക്കാറുണ്ട്. ആ അലസത അവരുടെ മുഖത്തും കാണാം. ഇങ്ങനെ പറയാറുണ്ട്, ഒരുവന്റെ വസ്ത്രധാരണം അവന്റെ ആ അവസ്ഥയെ കാണിക്കുന്നു, അവന്റെ അപ്പോഴത്തെ സാഹചര്യത്തെ കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരുവനെ ആളുകൾ നോക്കുമ്പോൾ അവനിൽ കാണേണ്ടത് ഈ വസ്ത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പുതു മനുഷ്യനെയാണ് ആളുകൾ കാണേണ്ടത്. അതായത് കർത്താവ് യേശുക്രിസ്തുവിൽ വന്ന ഒരു വ്യക്തിയെ ലോകം കാണുമ്പോൾ അവൻ ധരിക്കുന്ന വസ്ത്രം പുതു മനുഷ്യന്റെ വസ്ത്രമായിരിക്കണം, അല്ലെങ്കിൽ പുതിയ സ്വഭാവമായിരിക്കണം. ആ സ്വഭാവത്തിൽ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളൊന്ന് പരിശോധിച്ചേ, നിങ്ങളുടെ ആ ആത്മീയ വസ്ത്രം ഏതാണ്? നിങ്ങൾ ഇപ്പോഴും പഴയ മനുഷ്യന്റെ ആ വസ്ത്രമാണോ ധരിക്കുന്നത്? ആ പഴയ സ്വഭാവമാണോ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്? അല്ല, ഈ ലോകത്തിലെ ആളുകൾക്ക് ചേരുന്നതായ ആ സ്വഭാവമാണോ നിങ്ങൾ പുലർത്തുന്നത്? മദ്യപാനത്തിനും മയക്കുമരുന്നിനും കോപത്തിനും ഷണ്ടയ്ക്കും എല്ലാം നിങ്ങൾ ഒരു ഉപകരണമായി നിൽക്കുന്നതായ ഒരു വ്യക്തിയാണോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നും പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ്, അഥവാ പഴയ സ്വഭാവത്തെ നിങ്ങൾ മാറ്റിക്കളഞ്ഞ് പുതിയ സ്വഭാവം നിങ്ങൾ ധരിക്കണമെന്നുമാണ്. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിനു മുമ്പാകെ നമുക്കൊന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചു. അതെ, വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കണം, ഞാൻ വാസ്തവമായിട്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ? അതിന് നിങ്ങളെ സഹായിക്കുന്ന വചനങ്ങളാണ് ഇന്ന് നിങ്ങൾ കേൾക്കുവാനിടയായി തരുന്നത്. അതേ, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് വരാത്ത ആരെങ്കിലും, പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാത്തതായ ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുവാനും യേശു ക്രിസ്തുവിനാലുള്ള ആ വലിയ ദൈവിക വിടുതൽ അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും നീ അവരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ദൈവരാജ്യവും ദൈവത്തിൻ്റെ വചനവും ലോകത്ത് പരക്കുമാറാകട്ടെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.